കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമി പിടിയിൽ. പുലർച്ചെ 1:15 ജയിൽ ചാടിയ ഇയാളെ 10 മണിക്കൂറിന് ശേഷമാണ് തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദചാമിയെ പിടികൂടാനായത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രില്ലറുത്തുമാറ്റിയ ശേഷം 7.5 മീറ്റർ ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ജയിൽ ചാട്ടം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദചാമിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. സുരക്ഷാ വീഴ്ചയെ ആരോപിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോലീസ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. അതിൽ വലിയ രീതിയിലേക്ക് മീഡിയയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ജനങ്ങളിലൂടെ ആ ഒരു ജാഗ്രത ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള CCTV വിഷ്വൽസ് പരിശോധിക്കുകയും ആ വിഷ്വൽസ് പരിശോധിച്ചതിന് ശേഷം ഏകദേശം 4:15 സമയം കഴിഞ്ഞതിന് ശേഷം 4:15-5 മണി ഇടയിലുള്ള ഒരു സമയത്തോട് കൂടിയിട്ടാണ് ഈ പ്രതി ജയിൽ ചാടിയിട്ടുള്ളത് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം സാധ്യമായിട്ടുള്ള വഴികളിലൂടെ ഒക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് കൂടെ കണ്ണൂർ ടൗൺ ACP പ്രദീപൻ, കണ്ണൂർ SHO ശ്രീജിത്ത്, മറ്റ് SIമാര്, ഡാൻസ് ഓഫ് സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ നിൽക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇതിന് പുറത്ത് നിങ്ങളിവിടെ കാണാത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സമഗ്രമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള സെർച്ച് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്, സലാം മുഹമ്മദ് എന്നിവർ ചേരുന്നു. സുനിൽ ഐസക്കിലേക്ക്. സുനിൽ, ഇന്ന് രാവിലെ 1:15 ഗോവിന്ദചാമി ജയിൽ ചാടിയത്. അതിന് പിന്നാലെ എത്ര സാഹസികമായാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞത്? ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? ജയിൽ ചാടിയ സമയത്തിൽ ചെറിയ മാറ്റമുണ്ട്. ഏതാണ്ട് നമുക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ 3:35 ശേഷമായിരിക്കും അയാൾ ജയിൽ ചാടിയിട്ടുണ്ടാവുക. അതുതന്നെയാണ് പോലീസും ഏതാണ്ട് സ്ഥിരീകരിക്കുന്നത്. 3:35-നും 4:30-ക്കും ഇടയിൽ ഇയാൾ ജയിൽ ചാടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനമുള്ളത്. അതായത് കഴിഞ്ഞ ഏറെക്കാലത്തെ ശ്രമത്തിനൊടുവിലാണ്, കൃത്യമായ ഒരു ആസൂത്രണത്തിനൊടുവിലാണ് ഇയാൾ ജയിൽ ചാടിയത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ നേരത്തെ ഇയാൾ ഉണ്ടായിരുന്ന സെല്ല്, ആ സെല്ലിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അയാൾ മറ്റൊരു സെല്ലിലേക്ക് മാറിയിരുന്നു. അതായത് 10-14 വർഷക്കാലമായി ഇവിടെ ഒരേ സെല്ലിൽ കഴിയുന്ന ആളാണ് ഗോവിന്ദചാമി. അതുകൊണ്ട് തന്നെ ആ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറിക്കോട്ടെ എന്ന് ഇയാൾ ചോദിച്ചിരുന്നു. കാരണം കഴിഞ്ഞ കുറെ കാലമായി വരാം. ഇപ്പോൾ ഗോവിന്ദചാമിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, വൈദ്യപരിശോധന പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. ഇനി എങ്ങോട്ടാണ് ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്നത്? സലാം, കേൾക്കാമോ? കേൾക്കാം. ശരി സലാം, ഗോവിന്ദചാമിയുടെ വൈദ്യപരിശോധന പൂർത്തിയായില്ലേ? ഇനി എങ്ങോട്ടാണ് ഗോവിന്ദചാമിയെ കൊണ്ടുപോവുക? ദിവ്യ, വൈദ്യപരിശോധന കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് പൂർത്തീകരിച്ചതിനു ശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഗോവിന്ദചാമി എത്തിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ഗോവിന്ദചാമിയെ ഇറക്കി വാഹനം പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ, തൊട്ടടുത്ത് തന്നെയാണ് കോടതിയുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിലെത്തും. അവിടെ വെച്ചായിരിക്കും ബാക്കി തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുക. അതിനുശേഷം ഒരുപക്ഷെ റിമാൻഡിൽ ജയിലിലേക്ക് തന്നെ, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റാനാണ് സാധ്യത. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഏതാണ്ട് 1 മണിക്കൂർ നേരം കണ്ണൂർ ടൗൺ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തിച്ച് അവിടെ വെച്ച് വിവരങ്ങളൊക്കെ തന്നെ അയാളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ജയിൽ ചാട്ടം എന്ന കാര്യത്തിലൊക്കെ തന്നെ അയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് 1 മണിക്കൂർ നേരം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് അയാളുമായി വിവരങ്ങൾ തേടി അയാളെ ചോദ്യം ചെയ്തു. അങ്ങനെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇപ്പോൾ അയാളെയും കൊണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് വാഹനം കനത്ത സുരക്ഷയിൽ തന്നെ ഈ കോടതിയിലേക്ക്, തൊട്ടടുത്ത് തന്നെയുള്ള കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് ഒരുപക്ഷെ ഈ കേസിൽ, അതായത് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും. റിമാൻഡിലാവുകയാണെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം വൈദ്യപരിശോധന നടന്ന സ്ഥലത്തൊക്കെ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായി. അങ്ങനെ നാട്ടുകാർ പ്രകോപിതരായി ഇയാൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം
ഇയാളെയും കൊണ്ട് ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. വൈദ്യപരിശോധന അല്പസമയം മുമ്പാണ്. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂർ നേരം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ വെച്ച് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി അയാളിൽ നിന്നും വിവരങ്ങൾ തേടി. അങ്ങനെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായൊരു സൂചനകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സലാം, ഗോവിന്ദചാമിക്ക് ജയിലിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ആരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നതിലൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ പരിശോധനയിലുണ്ട്, അന്വേഷണത്തിലാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇയാൾ ഒരു ഗ്രില്ല് മാത്രമാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത് നേരത്തെ തന്നെ, അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് 20 ദിവസത്തോളം ആസൂത്രണം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നെങ്കിലും കൂടുതൽ സമയം, അതായത് ഇയാൾ തടി കുറക്കുന്നതിന് വേണ്ടി, മെലിഞ്ഞ് ഒട്ടുന്നതിന് വേണ്ടി ആ രീതിയിലുള്ള ഭക്ഷണക്രമം, ചപ്പാത്തിയാണ് ഇയാൾ നിരന്തരമായി കഴിച്ചിരുന്നത്. അങ്ങനെ തടി കുറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗ്രില്ലിനുള്ളിലൂടെ നിഷ്പ്രയാസം കടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ ഏതാണ്ട് 20 ദിവസമാണ് പോലീസ് പറയുന്നെങ്കിലും അതിൽ കൂടുതൽ ദിവസം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതിനുശേഷമാണ് ഇയാൾ ഉപ്പ് തേച്ച് ഗ്രില്ല് ദ്രവീകരിച്ച് അവിടെ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് പുറത്തേക്ക് കടന്നത്. അങ്ങനെ ഇപ്പോൾ ഗോവിന്ദചാമിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. റിമാൻഡിൽ വിടാനായിരിക്കും ആവശ്യപ്പെടുക എന്നാണ് അറിയുന്നത്. കാരണം എങ്ങനെയൊക്കെയാണ് ഈ ജയിൽ ചാട്ടം സാധ്യമായത് എന്നതിലൊക്കെ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, 10 മണിക്കൂറിന് ശേഷമാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഇത് ജയിൽ ചാടി എന്ന വിവരങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടായത്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായത് അവിടെയുള്ള ജനങ്ങൾ നൽകിയ, നാട്ടുകാർ നൽകിയ നിർണായക വിവരങ്ങളല്ലേ? മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. B10 കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏതാണ്ട് 10-14 വർഷക്കാലമായി ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നത്. ഈ B10 എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള സെല്ലാണ്. ആ സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റോന്തിലുള്ള, അതായത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരിരിക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ നേരെ ഈ സെല്ലിനുള്ളിലേക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഗോവിന്ദചാമി തന്നെ ആ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതായത് 10-14 വർഷമായി ഒരേ സെല്ലിൽ തന്നെ കഴിയുന്നു, അതുകൊണ്ട് ആ സെല്ലൊന്ന് മാറ്റിത്തരണം എന്ന് ഗോവിന്ദചാമി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായ വിവരമാണ്. അതനുസരിച്ചാണെങ്കിൽ അയാളെ C4 അയാളെ അവിടെ നിന്ന് മാറ്റി ഏതാണ്ട് 6 മാസം മുമ്പ്. ആ സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിന്ന് നോക്കിയാൽ ഈ റോന്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇയാളെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നില്ല. അതായത് അവിടെ ഇരുന്നു കൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് നോക്കിയാൽ B10 ഇയാളെ കാണാം, പക്ഷേ ഈ C4 കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് ഇയാൾ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയതാണ്. അതായത് കൃത്യമായി ജയിൽ ചാടാൻ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ മറ്റൊരു സെല്ലിലേക്ക് ചോദിച്ചു മാറുന്നത്. അതിനുശേഷം കഴിഞ്ഞ 28 ദിവസത്തോളം നീണ്ട ഒരു പ്ലാനിന്റെ ഒടുവിലാണ് ഇയാൾ ജയിൽ ചാടാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ ഒരു കമ്പി അറുത്തു മാറ്റി അതിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ എവിടെയും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠയില്ല. അതായത് അവിടെ നിന്ന് ജയിൽ ചാടുന്ന സമയത്ത് ആരെങ്കിലും തന്നെ പിടിക്കുമെന്നോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഉത്കണ്ഠ അയാൾക്ക് അതുമായി ബന്ധപ്പെട്ടില്ല. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച്, അതിന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ഒക്കെ കഴിഞ്ഞ 10-14 വർഷത്തിനിടയിൽ വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയാമായിരുന്നു ഗോവിന്ദചാമിക്ക്. മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മതിൽ ചാടാൻ ഉപയോഗിച്ച ഇതിന്റെ മതിലിന്റെ തൊട്ട് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. അതായത് വൈദ്യുതി വേലി കെട്ടിയിട്ടുണ്ട്. ആ വൈദ്യുതി വേലിയിലൂടെ കഴിഞ്ഞ 5-6 മാസക്കാലമായി വൈദ്യുതി കടന്നു പോകുന്നില്ല. അതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഒരു സംശയം മാത്രമാണ്, അത് വൈദ്യുതി വകുപ്പിന് അതിന്റെ തുക അടച്ചിട്ടില്ല എന്നൊരു സംശയം പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന്, ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ കാലമായി ഇതുവഴിയുള്ള വൈദ്യുതി കടന്നു പോകുന്നത് അതിന്റെ പണി നടക്കുകയാണ്, അത് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 ഇലക്ട്രീഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. മറ്റൊരു വേക്കൻസി കഴിഞ്ഞ കുറേ കാലമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴും പക്ഷേ ആ വേക്കൻസി ഫില്ല് ചെയ്തിട്ടില്ല. ഒരൊറ്റ ഇലക്ട്രീഷ്യനെ വെച്ചാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പൂർണ്ണമായും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വൈദ്യുതി ലൈൻ ആ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമവും കഴിഞ്ഞ 5-8 മാസമായി നടന്നിട്ടില്ല. മാത്രമല്ല അതിന് തൊട്ടപ്പുറത്താണ്, ഏതാണ്ട് ഒരു 100-200 മീറ്റർ അപ്പുറത്താണ് കഴിഞ്ഞ മഴക്കാലത്ത് വലിയ മതിലിടിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ആ മതിൽ ഇപ്പോഴും പൂർണ്ണമായും ജോലി പൂർത്തീകരിച്ചിട്ടില്ല. അതിന്റെ പണി ഇപ്പോഴും നടക്കുകയാണ്. അതായത് ഇതൊക്കെ കൃത്യമായി അനുകൂലമായ സാഹചര്യമാണെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് ഗോവിന്ദചാമി. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ 14 വർഷമായി ഒരേ ജയിലിൽ തന്നെ കഴിയുന്ന ഗോവിന്ദചാമിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം.
അതുകൊണ്ടാണ് വളരെ സാവധാനം, വളരെ സമയമെടുത്ത് ഒരു കമ്പി അറുത്തു മാറ്റി അവിടെ നിന്ന് അയാൾ പുറത്തു കിടക്കുന്നു. അവിടെ നിന്ന് പുറത്തു കടന്ന് പുതപ്പടക്കമുള്ള സാധനങ്ങളുമായാണ് പുറത്തു കിടക്കുന്നത്. ഇതിൽ 2 ഗേറ്റ് മതിലുണ്ട്. അതിൽ ആദ്യത്തെ മതിൽ കുറെ കൂടി ചെറുതാണ്. അതായത് ഈ ബി ബ്ലോക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ മതിലുണ്ട്. ആ മതിൽ അയാൾ ചാടിക്കടന്നത് വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന വീപ്പ് എടുത്ത് തിരിച്ചു വെച്ച് അതിന് മുകളിൽ കയറി ചവിട്ടി നിന്നിട്ടാണ് അയാൾ ആ മതിൽ ചാടിക്കടക്കുന്നത്. അങ്ങനെ കടന്നത് 3:29 ആ ആദ്യത്തെ മതിൽ ചാടി അയാൾ പുറത്ത് കിടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കുറേ മുമ്പ് പുറത്തുവിട്ടത്. അതിലൂടെ പോലും വളരെ ആയാസകരമായി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്കണ്ഠയുമില്ലാതെ വളരെ ആയാസത്തോടുകൂടി നടന്നു പോകുന്ന ഗോവിന്ദച്ചാമിയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷമാണ് ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള വലിയ ഗേറ്റിന്റെ താഴെ ഭാഗത്തായി വന്ന് അവിടെ നിന്ന് പുതപ്പും തന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റു ചില വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റും ഒക്കെ ഉപയോഗിച്ച് ഒരു വടം പോലെ കെട്ടി ഉണ്ടാക്കി അത് ഈ ഫെൻസിങ്ങിന്റെ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള അലുമിനിയം കമ്പിയുണ്ട്, അതിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് അതിൽ തൂങ്ങി അയാൾ മുകളിൽ കടക്കുന്നു. അവിടെ നിന്ന് മതിൽ ചാടി അപ്പുറത്ത് റോഡിലേക്ക് ചാടുന്നു. അവിടെ നിന്ന് വളരെ കൂളായി അയാൾ നടന്ന് കണ്ണൂർ നഗരഭാഗത്തേക്ക് നടന്നു പോവുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ പുറത്ത് എന്തായാലും ഇയാളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഈ വിവരം അറിയുന്നത് ഏതാണ്ട് 6:30 മണിക്ക് ശേഷമാണ്. അതായത് 3:45 ഇയാൾ ജയിൽ ചാടിയിട്ടുണ്ടാവാം. അത് കഴിഞ്ഞാൽ ഏതാണ്ടൊരു 2.5 മണിക്കൂർ 2.25 മണിക്കൂറിന് ശേഷമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഇയാൾ ജയിൽ ചാടിയിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത്. എന്നിട്ട് 7:10 ഈ വിവരം ജയിൽ അധികൃതർ പോലീസിന് കൈമാറുന്നത്. അതായത് നോക്കൂ, അതിനിടയിൽ ഏതാണ്ട് 2.5-3 മണിക്കൂർ നേരത്തെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ പുറത്തുനിന്ന് അയാൾക്ക് സഹായം കിട്ടിയിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനെ. പക്ഷേ അയാൾ അത് ചെയ്യാതെ വളരെ തന്ത്രപൂർവ്വം ഇവിടെ നിന്ന് നടന്ന് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് 1-2 ദിവസം ഒളിച്ചിരുന്നതിന് ശേഷം ഇതിന്റെ ബഹളങ്ങളൊക്കെ ആരവങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അയാളുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാണ് അയാൾ ഇവിടെ നിന്ന് നടന്ന് ഏതാണ്ടൊരു 2-2.5 കിലോമീറ്റർ അപ്പുറത്തെ AKG ആശുപത്രിയുടെ മുമ്പിലെത്തുന്നു. അവിടെ നിന്ന് കണ്ണൂർ DCC ഓഫീസിന് മുന്നിലൂടെയുള്ള വഴിയെ പോയാൽ നേരെ സ്റ്റേഡിയത്തിലേക്ക് എത്താം. അതായത് റെയിൽവേ സ്റ്റേഷന്റെ 3rd പ്ലാറ്റ്ഫോമിന്റെ ബാക്ക് സൈഡിലേക്ക് എത്താം. അങ്ങനെ നടന്നു പോകുന്ന വഴിയാണ് ഇയാളെ വളരെ രീതിയിൽ കൃത്യമായ ആസൂത്രണം തന്നെ ഗോവിന്ദച്ചാമി, ദിവസങ്ങൾ നീണ്ട ആസൂത്രണം തന്നെയാണ് ഈ ജയിൽ ചാട്ടത്തിനായി നടത്തിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. സുനിൽ ഐസക്കും സലാം മുഹമ്മദുമാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചത് കനത്ത സുരക്ഷാ വീഴ്ചയാണ്. ഗോവിന്ദച്ചാമിയെ പോലെയുള്ള കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന സെല്ലിലെ നിരീക്ഷണ സംവിധാനമാകെ നോക്കുകുത്തിയായി മാറി. CCTV നിരീക്ഷണം അടക്കമുള്ളവ കാര്യക്ഷമമായിരുന്നില്ലെന്നും തെളിയിക്കപ്പെട്ടു. 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരമേഖല ജയിൽ DIG ഉത്തരവിട്ടു. ജയിലിനകത്ത് നിന്ന് ഗോവിന്ദച്ചാമിക്ക് സഹായം കിട്ടിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് കോടതി വിധിയെഴുതിയ കൊടും കുറ്റവാളി, ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നതും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള സെല്ലിൽ. എല്ലാം പേപ്പറിൽ എഴുതിവെച്ച സുരക്ഷയാണെന്നാണ് ഒരു കൈകൂടിയില്ലാത്ത ഈ കുറ്റവാളി തെളിയിച്ചത്. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയും തുണി ഉപയോഗിച്ചു മതിൽ ചാടിക്കടന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് അറിഞ്ഞതും പിന്നെയും ഏറെ സമയം കഴിഞ്ഞ്. അതായത് ജയിലിലെ രാത്രി പാറാവ് പാളിയെന്ന് ചുരുക്കം. CCTV ക്യാമറ ദൃശ്യങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കേണ്ടതാണ്. അതിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് വ്യക്തം. ജയിലിലെ ഇലക്ട്രിക് ഫെൻസിങ്ങും ഗോവിന്ദച്ചാമി നിസ്സാരമായി മറികടന്നു. ഇതോടെയാണ് 4 ജയിൽ ഉദ്യോഗസ്ഥരെ ഉത്തരമേഖല ജയിൽ DIG അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. DPO രജീഷ്, APOമാരായ അഖിൽ, സഞ്ജയ്, നൈറ്റ് ഓഫീസർ റിജോ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. DIG ആണ് അവിടെ അന്വേഷണം ചെയ്തിട്ട് DIG ആണ് നടപടി എടുത്തിട്ടുണ്ട്. ആൻഡ് കണ്ണൂർ I was there and then coordinated everything and now completing the work and DIG is sitting there to conduct the inquiry. ജയിൽ ചാട്ടത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. അവിശ്വസനീയമാണ്. ജയിലിന്റെ അകത്തു നിന്നും ജയിലിന്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. ജയിൽ മേധാവി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനിരിക്കെയാണ് ജയിൽ ചാട്ടം. ഇതും ജയിൽ വകുപ്പിന് നാണക്കേടായി. ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്താനും തീരുമാനിച്ചു. മീഡിയ 1 കണ്ണൂർ, തിരുവനന്തപുരം. കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. മതിൽ ചാടുന്നതിനായി ഗോവിന്ദച്ചാമി തന്റെ ശരീരഭാരം കുറച്ചു. ജയിൽ ചാട്ടത്തിനുള്ള ആയുധങ്ങളും നേരത്തെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു.
വിവരങ്ങളുമായി സലാം മുഹമ്മദാണ് ചേരുന്നത്. സലാം, ഈ ജയിൽ ചാട്ടത്തിനായി വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഭക്ഷണമടക്കം ക്രമീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ആസൂത്രണമാണ് ഗോവിന്ദച്ചാമി നടത്തിയതെന്ന് അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഈ കമ്പി മുറിച്ചെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ദിവസങ്ങൾ നീണ്ട ഒരു നീക്കത്തിനൊടുവിലാണോ ഇയാൾ സംഘടിപ്പിച്ചത്? ദിവ്യ, പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ 20 ദിവസമെങ്കിലും ഇയാൾ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയാളുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണോ ഈ സെല്ലിന്റെ കമ്പി മുറിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഇനിയും ലഭിക്കാനുണ്ട്. എന്നാൽ പോലും ഇയാളുടെ പക്കൽ നിന്നും ചില ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെ ആയുധങ്ങളാണ് കണ്ടെത്തിയത് എന്ന കാര്യം പോലീസ് പറയുന്നില്ല എങ്കിൽ കൂടി ഇയാളുടെ പക്കൽ നിന്നും ആയുധം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണോ സെല്ല് കമ്പി മുറിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്നും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, അവിടെ ജനങ്ങൾ തടിച്ചുകൂടുന്നതിനെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. ഏതായാലും കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടിയാണ് ഇദ്ദേഹം ഈ കൃത്യം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇയാൾ ഈ കൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇയാൾ 20 ദിവസത്തോളം ഭക്ഷണം ചപ്പാത്തി മാത്രം കഴിച്ച് ഈ ശരീരം തടി കുറച്ച് ഇങ്ങനെ ഒരു കമ്പിക്കുള്ളിലൂടെ അനായാസം കടക്കാനാകുന്ന ശ്രമത്തിലാകാൻ ആ ഒരു ശ്രമം നടത്തി. അതിനുശേഷമാണ് ഇയാൾ ഈ കാര്യം നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇയാൾക്ക് ഈ ആയുധങ്ങൾ ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് കഴിയൂ. ഏതായാലും ആയുധങ്ങൾ ലഭിച്ച ആയുധങ്ങൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം കൂടി പോലീസ് പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇയാൾ 20 ദിവസത്തോളം ഇങ്ങനെ ഭക്ഷണം ക്രമീകരിച്ച് ചപ്പാത്തി മാത്രം കഴിച്ച് അങ്ങനെ ശരീരഭാരം കുറച്ച് അനായാസത്തിലൂടെ ഈ സെല്ലിനുള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ കഴിയും എന്നുള്ള ആ തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഉപ്പ് വെച്ചുകൊണ്ട് കമ്പി ദ്രവീകരിപ്പിച്ച് അതിനുശേഷം ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൽ ഒരു കമ്പി മാത്രമാണ് മുറിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിൽ നിന്നും ഈ സെല്ലിൽ നിന്നും പുറത്ത് ചാടിയ ശേഷം അതിൽ ചാടാൻ വേണ്ടി ഇയാൾ തുണികൾ, അത് കൃത്യമായി 20 ദിവസത്തോളം ശേഖരിച്ചു വെച്ച തുണികളാണെന്നാണ് പോലീസ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെ തുണികൾ ശേഖരിച്ചു വെച്ചു. അതിലൂടെയാണ് ഒരു അലക്കുകല്ലിന് മുകളിൽ കയറിക്കൊണ്ടാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ഇയാൾ ഈ മതിൽ ചാടുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു ശ്രമം ആണ് ഇയാളുടെ ഭാഗത്തുനിന്ന്, ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള വിവരങ്ങളാണ് പോലീസിന്റെ പക്കൽ ഇപ്പോഴുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അങ്ങനെയെങ്കിൽ ആരാണ് സഹായിച്ചത്, ഏത് രീതിയിലുള്ള സഹായമാണ് ഇയാൾക്ക് ലഭിച്ചത്, അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കനത്ത വീഴ്ച ഉണ്ടായിട്ടുള്ളതായി പോലീസിന്റെ തന്നെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 20 ദിവസം നീണ്ട ഒരു ആസൂത്രണം എന്ന് പറയുമ്പോൾ അത്രയും ദിവസം ഇയാൾക്ക് നിരീക്ഷണം ഉണ്ടായിരുന്നില്ല. ഇയാളെ സംബന്ധിച്ച് ഈ ജയിൽ അധികൃതർക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇത്രയും കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളി താമസിക്കുന്ന ഒരു സെല്ലിൽ നിന്നും അനായാസം ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഏത് രീതിയിലുള്ള നിരീക്ഷണമാണ്, അല്ലെങ്കിൽ ഏത് ഉത്തരവാദിത്തമാണ് ജയിൽ അധികൃതർ നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി പറയേണ്ടത് ജയിൽ അധികൃതരാണ്. ഏതായാലും അവരുടെ വീഴ്ച സംബന്ധിച്ച് തന്നെയാണ് പോലീസിന്റെ പ്രതികരണത്തിൽ നിന്നും, അല്ലെങ്കിൽ പോലീസും വിരൽ ചൂണ്ടുന്നത് അത്തരം വീഴ്ചകളിലേക്ക് തന്നെയാണ്. പോലീസ് മേധാവിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായൊരു ആസൂത്രണം, അതായത് 20 ദിവസത്തോളം നീണ്ട ആസൂത്രണം എന്ന് പോലീസ് പറയുമ്പോഴും അതിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ട ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെയും റിപ്പർ ജയരാജനെ പോലെ ഒരു ക്രിമിനൽ, ഒരു കൊടും ക്രിമിനൽ താമസിച്ചിരുന്ന ഒരു സെല്ലിനുള്ളിൽ നിന്നാണ്, ഒരു ബ്ലോക്കിൽ നിന്നാണ് ഇങ്ങനെയൊരു ജയിൽ ചാട്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതി തന്നെ, റിപ്പർ ജയാനന്ദൻ സ്വീകരിച്ച അതേ മാർഗം തന്നെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ജയിൽ ചാട്ടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അങ്ങനെ ഒരു ആസൂത്രണം നേരത്തെ ഈ റിപ്പർ ജയാനന്ദൻ സ്വീകരിച്ച ആ രീതിയിൽ തന്നെ ഒരു ആസൂത്രണം നടത്തി എങ്ങനെ എത്ര എളുപ്പത്തിൽ അനായാസത്തിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് കടക്കാനാകുമെന്ന തരത്തിൽ ഒരു ആലോചന കൃത്യമായി നടത്തിയതിനു ശേഷം മാത്രമാണ് ഇയാൾ ജയിൽ ചാടിയിട്ടുള്ളത്. ഇനിയൊരു പക്ഷേ ഏത് തരത്തിൽ ഇയാൾക്ക് സഹായം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ കൂടി പോലീസിന്റെ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ആ കാര്യം കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇയാളെ തളാപ്പിൽ നിന്നും പിടികൂടിയ ശേഷം പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിച്ചു. അവിടെ വെച്ച് നീണ്ട നേരം തന്നെ ഇയാളെ ചോദ്യം ചെയ്തു, ഇയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നും സ്വാഭാവിക പ്രതികരണമാണ്. വലിയൊരു മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഇയാൾ. ആ ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരാൾക്ക് നേർക്ക് ഒരു സ്വാഭാവിക പ്രതികരണം എന്ന നിലക്ക് ജനങ്ങൾ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഇനിയും സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലക്ക് വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് അവിടെ നിന്നുമാണ് ഇയാളെ ബലപ്പെട്ട്, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച്
നാട്ടുകാരെയൊക്കെ തന്നെ മാറ്റിയത് ശേഷമാണ് ജീപ്പിലേക്ക് കയറ്റിയത്. ഗോവിന്ദസ്വാമി വെൽ പ്ലാൻഡ് ആയിരുന്നു. ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം കുറയ്ക്കുന്നു, ഉപ്പുവെച്ച് ജയിൽ കമ്പി സെൽ കമ്പി തുരുമ്പിപ്പിക്കുന്നു, അതിന് പിന്നാലെ ഹാക്സോ ബ്ലേഡ് പോലെയുള്ള ഉപകരണങ്ങൾ ഒപ്പിക്കുന്നു. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ ജയിലിന് പുറത്തിറങ്ങിയ ശേഷം രക്ഷപ്പെടാൻ നടത്തിയ പ്ലാനിംഗ് ആണ് പിഴച്ചത്. ഒടുവിൽ പിടിയിലായത്. കണ്ണൂരിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പോലീസിനെ വിവരമറിയിച്ചത്. ഗോവിന്ദചാമിയെ പിടികൂടിയ സ്ഥലത്ത് നിന്ന് സുനിൽ ഐസക്കിന്റെ റിപ്പോർട്ട്. കണ്ണൂർ തളാപ്പിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് പിൻഭാഗത്തുള്ള ഈ കിണറ്റിലാണ് ഏതാണ്ട് 15 മിനിറ്റിലധികം ഗോവിന്ദചാമി എന്ന കുപ്രസിദ്ധ ക്രിമിനൽ ഒളിച്ചിരുന്നത്. ജയിൽ ചാടിയതിനു ശേഷം നേരെ മറ്റ് പലയിടങ്ങളിൽ പതുങ്ങി പാത്തിരുന്ന് 9:30 ഈ തളാപ്പ് ഭാഗത്തേക്ക് എത്തിയ ഇയാൾ അവിടെ നിന്ന് കാട് ചാടിക്കടന്ന് ഇവിടെ ഈ ഗേറ്റ് കടന്ന് ഈ കിണറ്റിന്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു. വലിയ ആഴമുള്ള കിണറാണ്. നോക്കൂ, നീല നിറത്തിൽ വെള്ളമുള്ള വലിയ ആഴത്തിൽ വെള്ളമുള്ള ആ കിണറാണ്. ആ കിണറിന്റെ ഈ പടിയിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻഭാഗത്തുള്ള പടിയിലെ ഈ പമ്പ് കെട്ടിയിറക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന കയറിൽ പിടിച്ചാണ് ഏതാണ്ട് 15-20 മിനിറ്റോളം ആ കൊടും ക്രിമിനൽ പോലീസിനെയും നാട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് പാത്തിരുന്നത്, ഒളിച്ചിരുന്നത്. ഇനി ഇയാൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, എൻ്റെ പിൻഭാഗത്ത് കാണുന്നത് വലിയ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഏതാണ്ട് 9:15 ഗോവിന്ദചാമിയെ കണ്ടെത്തുന്നത്. അവിടെ നിന്ന് ഇയാൾ ഈ കാട്ടിനുള്ളിലുണ്ട് എന്ന കാര്യം പോലീസും നാട്ടുകാരും ഏറെക്കുറെ പൂർണ്ണമായി സ്ഥിരീകരിച്ചു. പോലീസ് തൻ്റെ പിന്നാലെ ഉണ്ട് എന്നറിഞ്ഞതോടുകൂടി ആകെ ഭീതി പൂണ്ട ഗോവിന്ദചാമി അവിടെ നിന്ന് ഈ മതിൽ ചാടിക്കടന്ന്, കാടിനുള്ളിൽ നിന്ന് ഈ മതിൽ ചാടിക്കടന്ന്, ഇതാ നോക്കൂ, ഈ PVC പൈപ്പും മറ്റുമൊക്കെ വെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയൊരു ഷെഡുണ്ട്, ഷീറ്റിട്ട ഷെഡ്. ആ ഷെഡിന്റെ മുകൾ ഭാഗത്ത് ചവിട്ടി ഈ ഗ്രില്ലിലൂടെ ചവിട്ടി ഇറങ്ങി, ഇവിടെ ഇപ്പോൾ ഈ ഗ്രില്ലിൽ അതിന്റെ ചെളിയൊക്കെ കാണുന്നുണ്ട്, ഒരുപക്ഷെ അയാൾ ചവിട്ടി ഇറങ്ങിയതിന്റെ ചെളിയായിരിക്കാം. അവിടെ നിന്ന് ചവിട്ടി ഇറങ്ങി നേരെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ തൊട്ട് മുമ്പിൽ നമുക്ക് കാണാം, അതായത് തൊട്ട് മുമ്പിലുള്ളത് ഓഫീസും CPM-ന്റെ പഴയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസും ഒക്കെയാണ്. അവിടെ കൂടി ഇറങ്ങുന്നത് അപകടകരമാണെന്ന് കണ്ടതോടുകൂടി ഇയാൾ ഇതിനകത്ത്, ഈ കിണറിനകത്തേക്ക് ഇറങ്ങി ഇതിന്റെ പടിയിൽ ചവിട്ടി അവിടെ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഈ ഭാഗത്ത് ഇയാളെ ഇങ്ങനെ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി അവിടെ നിന്ന് എല്ലാവരും, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഗോവിന്ദചാമിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. 100 കണക്കിന് ആളുകൾ. അതായത് ഗോവിന്ദചാമിക്ക് അറിയാം, അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ചാടിയാൽ തൊട്ടു മുമ്പിൽ CPM-ന്റെ പഴയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, തൊട്ടപ്പുറത്ത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്. സ്വാഭാവികമായും ഇവിടെ നിന്ന് വന്നാൽ അത് വലിയ അപകടമുണ്ടാക്കും എന്ന് ഗോവിന്ദചാമിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്ത് അയാൾ പതുങ്ങിയിരുന്നത് ഏതാണ്ട് 20 മിനിറ്റോളം. എന്തായാലും നാട് മുഴുവൻ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ ഒരു ക്യൂരിയോസിറ്റി, അയാൾ ഇവിടെ എങ്ങനെ ഉണ്ടോന്ന്. എങ്ങനെയാണ് കിണറ്റിലേക്ക് നോക്കാൻ തീരുമാനിച്ചത്? കിണറ്റിൽ നോക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഈ ഇന്നമാതിരി ന്യൂസ് കിട്ടിയ ഉടനെ ഞങ്ങൾ ഈ സറൗണ്ട് മൊത്തം പരിശോധിച്ചാണ്. അവിടെ ഈ കിണറും പിന്നെ അതിന് ബാക്കിയുള്ള കുറച്ച് ചെറിയ ബാത്റൂം അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ അടിച്ച് പെരുക്കി നോക്കിയതാണ്, പക്ഷെ കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു അവനെ കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി അങ്ങോട്ട്. എഗെയിൻ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഒരു സംശയം കൊണ്ട് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ലോക്ക് തുറന്ന് പോയതാണ്. വെറുതെ കിണറ്റിൽ നോക്കുമ്പോൾ അവനവിടെ കിണറ്റിനകത്ത് കയർ പിടിച്ച് തൂങ്ങിക്കുകയാണ്. പമ്പ് കെട്ടിയിറക്കുന്ന കയർ? അതെ, പമ്പ് കെട്ടിയിറക്കുന്ന കയറിൽ പിടിച്ച് തൂങ്ങിക്കുകയായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങിയിട്ട് രണ്ടാമത് നീരാണ്. ആ ശ്വാസം കിട്ടില്ലല്ലോ, ആ നീറിനെ നോക്കിയാണ്. അപ്പം എന്നോട് പറയുകയും ചെയ്തു, പിന്നെ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തി കുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഒച്ചയിട്ട് എല്ലാവരും അപ്പുറത്ത് ആൾക്കാരെല്ലാം വന്ന് അവരെങ്ങനെ പിടിച്ച് കയറ്റി. ഇത് വലിയ ആഴമുള്ള കിണറാണല്ലോ. ഒരു 18 അടി പോലെ ഉണ്ടാവും. കാരണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെള്ളം മേലെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് സംഭവം. അപ്പൊ പോലീസ് വിവരം അറിയിച്ചോ? നാട്ടുകാർ ഓടി? ഞാൻ പിന്നെ ഇവിടെ ഒച്ചയിട്ടപ്പോൾ അവിടെ എല്ലാ ആൾക്കാരായിരുന്നു, പോലീസും ജനങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. ആ റോഡിൽ ചാടി വന്നു. സാറിന്റെ പേരെന്താ? ഉണ്ണികൃഷ്ണൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്? അതെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റാണ്. ശരിക്കും ഉണ്ണികൃഷ്ണനാണ് ഗോവിന്ദചാമിയെ കണ്ടത്. അതൊരു സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര. അതിന്റെ ഇത് എന്നെ മാറിയിട്ടില്ല, കാരണം ഞാൻ കാണാൻ പറ്റി എന്നുള്ള എനിക്ക് ഇപ്പോഴും അത് ഒരു അങ്ങനത്തെ ഷോക്ക് പോലെയാണ്. ആളുകൾ പിന്നാലെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു അല്ലേ ഓടിക്കൂടിയപ്പോ? ആൾക്കാർ അവൻ ഒരു കുറച്ച് കാണുമ്പോൾ തന്നെ ഒരു അക്രമം പോലെയാണ് കാണിച്ചത്. എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തില്ല. ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചു അയാളെ? ഇല്ല, അങ്ങനെ ചെയ്തില്ല. ഒരു 10-20 മിനിറ്റ് അയാൾ ഇവിടെ ഒളിച്ചിരുന്നിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ആദ്യം പോയപ്പോൾ അവളെ കണ്ടില്ല. ഞങ്ങൾ 9:30 ആ ടൈമിൽ ഞങ്ങൾ പോയി നോക്കിയത്. ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. കിണർ അതുപോലെ ഉണ്ടായി, നെറ്റൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് 10:30 പോകുമ്പോഴാണ് ആളെ കെട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്
സമയം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഒരു 11 മണിയോടുകൂടി പിടിച്ചു അല്ലേ? അല്ല 10:35 പിടിച്ചു. ഓക്കെ, എന്തായാലും ഇദ്ദേഹമാണ് സത്യത്തിൽ ഗോവിന്ദചാമിയെ കണ്ടുപിടിച്ചത്. എവിടെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ കൃത്യമായി എവിടെയെന്ന് കണ്ടെത്തി പോലീസിനും നാട്ടുകാർക്കും കാണിച്ചു കൊടുത്തത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹമാണ്. എന്തായാലും അവിടെ നിന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു. ആദ്യം നാട്ടുകാരാണ് ഓടിയെത്തുന്നത്. പിന്നീട് നാട്ടുകാരെത്തി വലിയ കൂക്കി വിളിച്ചു, ഇങ്ങനെ ഗോവിന്ദചാമിയെ കണ്ടെത്തിയേ പിടിച്ചേ എന്ന് പറഞ്ഞ് വലിയ തോതിൽ കൂക്കി വിളിച്ചു. തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ഈ സ്ഥലത്തേക്ക് ഓടിയെത്തി. പോലീസ് ഇവിടെ നിന്ന് പിടിച്ച് ഇവിടെ അപ്പോഴേക്കും പോലീസ് ജീപ്പ് ഇവിടെ പുറത്തേക്ക് എത്തി. ഇവിടെ ഇതാണ് CPMന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിർമ്മാണം നടക്കുന്ന അവിടേക്ക് പോലീസിന്റെ വാഹനം എത്തി. ഒരുപക്ഷെ ഏറെ നേരം ഇവിടെ നിന്നിരുന്നെങ്കിൽ വലിയ തോതിലുള്ള ആളുകൾ അയാളെ ആക്രമിക്കാൻ, ഈ വലിയ കൊടും ക്രിമിനലാണ് അയാളോടുള്ള എല്ലാ ദേഷ്യവും ആളുകളുടെ മനസ്സിലുണ്ട്, ആക്രമിക്കാനുള്ള സാധ്യത തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് അവിടെ നിന്ന് അതിനു മുമ്പ് തന്നെ തന്ത്രപൂർവ്വം അയാളെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഗോവിന്ദചാമിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന് സൗമ്യയുടെ അമ്മ. ഗോവിന്ദചാമി പുറത്തിറങ്ങുന്നത് നാട്ടിലെ പെൺകുട്ടികൾക്ക് തന്നെ ഭീഷണിയാണ്. ജയിൽ ചാടാൻ സഹായിച്ചവരെ കണ്ടെത്തി നടപടിയെടുക്കണം. പിടികൂടാൻ സഹായിച്ച നാട്ടുകാർക്ക് നന്ദിയുണ്ടെന്നും അമ്മ സുമതി പറഞ്ഞു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ ഇത്ര നേരം തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവന് ഇത്രയും ചെയ്തത്. ഇത്രയും വലിയൊരു മതിലാണ്. ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ഇവൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇവന് അവിടുന്ന് ഒരാൾ സപ്പോർട്ടുണ്ട്. സൗമ്യയെ ഗോവിന്ദചാമി അപായപ്പെടുത്തിയ റെയിൽപാത കാണുമ്പോഴൊക്കെ നാട്ടുകാർ ആ ക്രൂരകൃത്യം ഓർക്കാറുണ്ട്. 2011 ഫെബ്രുവരി 1 തൃശൂർ ചെറുതുരുത്തിക്ക് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് സൗമ്യയെ ഗോവിന്ദചാമി തള്ളിയിട്ട് ആക്രമിച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് നടരാജ് പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളം ഞെട്ടിയ ആ അതിദാരുണമായ സംഭവം നടന്നത് ഇവിടെയാണ്. തൃശൂർ ചെറുതുരുത്തിക്ക് സമീപമുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഈ ട്രാക്കിന് വെച്ചിട്ടാണ് സൗമ്യയെ നരാധവനായ ഗോവിന്ദചാമി ആക്രമിച്ചത്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ വഴി എത്തിയപ്പോൾ സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിൽ സൗമ്യ മാത്രമാണെന്ന് അവശേഷിച്ചിരുന്നത്. 2011 ഫെബ്രുവരി 1 ആ ദിവസം. അന്നാണ് ആക്രമിച്ചതിന് ശേഷം സൗമ്യയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട് ഈ കാണുന്ന പൊന്തക്കാടിന് സമീപം കൊണ്ടുവന്നാണ് അയാൾ ആക്രമിച്ചത്. ആ സംഭവത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും ഇവിടെയുള്ളവർക്ക് വിട്ടുമാറിയിട്ടില്ല. അതിനുശേഷം നാട്ടുകാരാണ് ഇത്തരത്തിൽ സൗമ്യയെ വളരെ അവശയായ നിലയിൽ കണ്ടെത്തുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം സൗമ്യ നമ്മെ വിട്ടു പിരിയുകയായിരുന്നു. എന്തായാലും ഈ ട്രാക്കിൽ നിന്നാണ് അന്ന് അത്രയും അപകടകരമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇയാൾ ശിക്ഷിക്കപ്പെടുകയും തൂക്കുകയറിന് വിധിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ പൊതുസമൂഹം വലിയ രീതിയിൽ ആശ്വസിച്ചതാണ്. പക്ഷേ പിന്നീട് കോടതികളുടെ ഇടപെടലിലൂടെ തന്നെ ശിക്ഷ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ സൗമ്യയുടെ അമ്മ ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്ത കേട്ടപ്പോഴും വലിയ ഞെട്ടാണ് അവർക്കുണ്ടായത്. പിന്നീട് പിടികൂടിയപ്പോഴും അവർ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഒരു തൂക്കുകയർ ഗോവിന്ദചാമിക്ക് വേണം, അയാളുടെ മരണത്തിനായി താൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വർഷങ്ങൾ കഴിഞ്ഞും ഈ വഴി കടന്നു പോകുന്നവർ ഈ റെയിൽവേ ട്രാക്ക് എത്തുമ്പോഴും ഈ സ്ഥലം എത്തുമ്പോഴും സൗമ്യയെ ഓർക്കും. ആ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള വളരെ മോശമായൊരു സംഭവം ഉണ്ടായതിൻ്റെ ഞെട്ടൽ കേരളീയ പൊതുസമൂഹത്തിൽ വിട്ടുമാറിയിട്ടില്ല. അങ്ങനെ ഉള്ളൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ സിസ്റ്റത്തിലുണ്ടായി എന്നുള്ളത് പലർക്കും ഞെട്ടലാക്കൊണ്ടുന്ന കാര്യമാണ്. എന്തായാലും അല്പസമയം മുമ്പ് സൗമ്യയുടെ വീട്ടിന് സമീപത്തുള്ളവരൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ വലിയ ഞെട്ടൽ അവരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ വഴിയിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോഴും ആ അപകടകരമായ ആ ദുഃഖകരമായ സംഭവം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1. ഇടവേള. പ്രമോദ് ചന്ദ്ര മോദിയെ വരണാധികാരിയായി നിയമിച്ചു. രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ജോയിന്റ് സെക്രട്ടറി ഗരിമ ജെയിൻ, രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ വിജയ് കുമാർ എന്നിവരെ സഹവരണാധികാരിയായും നിയമിച്ചു. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖഡിന്റെ ഓഫീസ് ജീവനക്കാരെ തിരിച്ചു വിളിച്ചു. IAS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ മാതൃകേഡറിലേക്ക് മടങ്ങി. വയനാട്ടിൽ കോഴി ഫാമിൽ നിന്ന് ഷോക്കേറ്റ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. വാഴവറ്റ സ്വദേശികളായ അനൂപ്, ഷിനി എന്നിവരാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം.
രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് അനൂപും ഷിനിയും വാഴവറ്റയിൽ കോഴിഫാം ലീസിനെടുത്ത് പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് രാവിലെ സ്ഥലമുടമ ഫാമിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിഫാമിനായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്, കാട്ടുപന്നിയുണ്ട്, കീരി, അതുപോലെ ആട്, അങ്ങനെയുള്ള വലിയ ശല്യങ്ങളുണ്ട്. അപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ വേലി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരെ. ഇതിൽ തട്ടുകയോ അല്ല അങ്ങനെ എന്തൊരു സംഭവിച്ചായിരിക്കാനാണ് സാധ്യത. പോലീസും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹങ്ങൾ മത്തേരിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മീഡിയ 1 വയനാട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ വാതക ചോർച്ച. ടാങ്കർ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വാൽവിൽ ചോർച്ചയുണ്ടായത്. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ടാങ്കർ ലോറി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ വാൽവ് പൊട്ടി വാതക ചോർച്ച ഉണ്ടാവുകയായിരുന്നു. സ്ഥലത്ത് കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ടാങ്കർ ലോറി മറിഞ്ഞ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെ 18, 19, 26 വാർഡുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ദേശീയപാതയിൽ ഗതാഗതവും തടഞ്ഞു. കൊവ്വൽ സ്റ്റോറിന്റെ 1 കിലോമീറ്റർ പരിധിയിലുള്ള വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു. മംഗലൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പാചകവാതകവുമായി പോകുന്ന ടാങ്കർ ലോറി ഇന്ന് ഉച്ചയ്ക്കാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന ടാങ്കർ ലോറി പ്രധാന റോഡിലേക്ക് കയറുന്നതിനിടെ മറിയുകയായിരുന്നു. മീഡിയ 1 കാസർഗോഡ്. മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശ്രീനാരായണ സേവാ സംഘം. വെള്ളാപ്പള്ളി നടേശൻ കുലംകുത്തിയാണെന്നും വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നും ശ്രീനാരായണ സേവാ സംഘം ആവശ്യപ്പെട്ടു. ഈഴവ സമുദായത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളി ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിക്കുകയാണെന്ന് കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപികയിലെ ലേഖനത്തിൽ പറയുന്നു. ഒരേ സമയം BJPയുടെയും CPMന്റെയും തോളിൽ കൈയിട്ടാണ് വെള്ളാപ്പള്ളി വിദ്വേഷം പ്രസംഗിക്കുന്നതെന്നും ലേഖനത്തിൽ വിമർശനം. അദ്ദേഹം 29 വർഷമായി SNDP യോഗത്തിൻ്റെ കാര്യദർശിയായി ഇരുന്നു കൊണ്ട് SNDP യോഗത്തിൻ്റെ അന്ധകനായി പ്രവർത്തിക്കുന്ന ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സമുദായ സ്പർദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജാതി വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. RSS സ്പോൺസർഡ് പരിപാടിയായ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് VCമാർ പിന്മാറണമെന്ന് KSU. നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്നല്ല VCമാർക്ക് ശമ്പളം നൽകുന്നത്. മോഹൻ ഭാഗവതിന് എന്ത് സംഭാവനയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാനാവുക? VCമാർക്ക് പങ്കെടുക്കാമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം സമ്പൂർണ്ണമായിട്ടുള്ള കാവ്യവൽക്കരണമാണ് ഇതിൻ്റെ അജണ്ട എന്ന് KSU പറയുകയാണ്. കേരളത്തിലെ മതനിരപേക്ഷമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ തകർക്കാൻ വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ളൊരു സമ്മേളനം കാരണമാകൂ എന്ന് KSU പറയുകയാണ്. ആ സമ്മേളനത്തിൽ കേരളത്തിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കരുതെന്ന് KSU ആവശ്യപ്പെടുകയാണ്. RSSന്റെ നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്നല്ല ഈ വൈസ് ചാൻസലർമാർക്ക് ശമ്പളം കിട്ടുന്നതെന്നൊരു ഓർമ്മ അവർക്ക് വേണം. RSS ദേശവ്യാപകമായി നടത്തുന്ന കാവ്യവൽക്കരണ അജണ്ടയുടെ തുടർച്ചയാണ് കേരളത്തിൽ നടത്തപ്പെടുന്ന ഈ ജ്ഞാനസഭ. ആരാണ് ഈ മോഹൻ ഭഗവത്? RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭഗവത്തിന് എന്ത് സംഭാവനയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകാനുള്ളത് എന്നൊരു വലിയ ചോദ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രസ്തുത സമ്മേളനം സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മതസംഘടനകളും മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4:30 മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ഓരോ മാനേജ്മെന്റിൽ നിന്നും ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചയിൽ ഒന്നിലധികം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് സമസ്തയുടെ തീരുമാനം. സമയമാറ്റം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം യോഗത്തിൽ സർക്കാർ വിശദീകരിക്കും. ചർച്ചയ്ക്ക് മുൻധാരണകളില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമുക്കൊരു ചർച്ചയാണല്ലോ. ചർച്ചയിൽ പിന്നെ ഗവൺമെന്റ് പറയേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് പറയും, ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നവർക്ക് പറയേണ്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നവർ പറയും. നമ്മളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അവരെല്ലാം അവരോട് പിന്നെ കുറച്ചുകൂടെ വിശദമായി വ്യക്തമാക്കും. പത്തനംതിട്ടയിലെ കോന്നി ഇളകൊള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ വളപ്പിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ അപകട ഭീഷണി ഉയർത്തുന്നു. സ്കൂൾ വരാന്തയിൽ നിന്ന് കൈയെത്തിപ്പിടിക്കാവുന്ന ഉയരത്തിലാണ് വൈദ്യുതി ലൈൻ ഉള്ളത്. വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്ന് വാർഡ് മെമ്പർ KSEBയോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മീഡിയ 1 അന്വേഷണം തുടരുന്നു. പൊളിയല്ലേ സിസ്റ്റം.
സ്കൂൾ ഓഫീസും ഹൈസ്കൂളും ഉൾപ്പെടുന്ന കെട്ടിടത്തോട് ചേർന്നാണ് ഈ വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ഊഞ്ഞാലടക്കമുള്ള ഇരുമ്പ് ഷെഡും വൈദ്യുതി ലൈനിന്റെ സമീപത്താണ്. ഓഫീസ് വരാന്തയിൽ നിന്ന് കൈയെത്തുന്ന ദൂരത്തിൽ മാത്രമാണ് വൈദ്യുതി ലൈൻ ഉള്ളതെന്ന് പഞ്ചായത്ത് അംഗം വി ശങ്കർ പറയുന്നു. ലൈൻ പൊട്ടി വീഴുകയാണെങ്കിൽ ഈ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ ഷെഡിന്റെ മുകളിലേക്കായിരിക്കും ഈ ലൈൻ പൊട്ടി വീഴുന്നത്. അതിന് തൊട്ട് സമീപത്തായിട്ട് ഈ ലൈൻ കടന്നു പോകുന്ന തൊട്ട് സമീപത്തായിട്ട് എൻ്റെ പിറകിൽ HMന്റെ ഓഫീസ് റൂമാണ്. അതിനോട് ചേർന്ന് തന്നെ ക്ലാസ് റൂമുകളുണ്ട്. കയ്യെത്തി പിടിക്കാവുന്ന രീതിയിലാണ് വൈദ്യുതി ലൈന് കടന്നു പോകുന്നത്. കളിസ്ഥലത്തെ വൈദ്യുതി കമ്പിക്ക് താഴെ വാഴയും മറ്റ് മരച്ചില്ലകളും തട്ടി നിൽക്കുന്നുണ്ട്. രക്ഷിതാക്കളടക്കം കോന്നി KSEB അധികൃതരെ വിവരമറിയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. KSEB വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതരും പറയുന്നു. ചരിഞ്ഞു വീഴാറായ പോസ്റ്റ് അപകടകരമായി ആഴ്ചകളോളം കയറുകെട്ടി നിർത്തിയതും കോന്നി KSEB ആയിരുന്നു. മീഡിയ 1 പത്തനംതിട്ട. ഇന്ന് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ ഒടുവിൽ അതിസാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദചാമി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സുരക്ഷാ വീഴ്ചയും മറ്റ് അലംഭാവം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗോവിന്ദചാമിയെ ജയിൽ മാറ്റിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 1:15 ശേഷമാണ്, അതായത് അതിൽ സമയത്തിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട് എങ്കിലും പുലർച്ചെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. സെല്ലിന്റെ കമ്പി വളച്ച് അത് മുറിച്ചു മാറ്റിക്കൊണ്ട് വടം കെട്ടിയ മതിൽ ചാടി പുറത്തേക്ക് കിടക്കുകയായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ നാട്ടുകാരിൽ നിന്നടക്കം ലഭിച്ച നിർണായക വിവരങ്ങളിൽ നിന്നാണ് പോലീസിന് ഗോവിന്ദചാമിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. സമീപത്തുള്ള കെട്ടിടത്തിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിന് ഉള്ളിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ തന്നെ സുരക്ഷാ വീഴ്ചയടക്കം കാണിച്ചുകൊണ്ട് 4 ജയിൽ ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയെ ഒടുവിൽ പിടികൂടിയിരിക്കുകയാണ്. പുലർച്ചെ 1:15 ജയിൽ ചാടിയത്. ഇയാളെ പിന്നീട് 10 മണിക്കൂറിന് ശേഷമായിരുന്നു തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പോലീസ് സംഘം അതിസാഹസികമായി തന്നെ പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രില്ല് അറുത്തുമാറ്റിയ ശേഷം ഏതാണ്ട് 7.5 മീറ്ററോളം ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദചാമിയെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇപ്പോൾ ഗോവിന്ദചാമി എവിടെയാണ് ഉള്ളത്? ഗോവിന്ദചാമിയെ ജയിൽ മാറ്റിയേക്കുമെന്ന വിവരങ്ങൾ കൂടിയുണ്ടോ? ദിവ്യ, ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി ഉള്ളത്. അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ ചോദിച്ചതുപോലെ ഒരു പക്ഷേ സെൽമാറ്റം സംബന്ധിച്ച് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ കേസിൽ, അതായത് ജയിൽ ചാടിയ കേസിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ പിടിയിലായിട്ടുള്ളത്. ഇതിലാണ് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ കോടതിയിൽ ഹാജരാക്കി ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ബാക്കി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ കോടതിയായിരിക്കും ഈ ജയിൽ മാറ്റം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഏതായാലും ഇപ്പോഴും ഇവരെ ഈ ഗോവിന്ദചാമി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുകയാണ്. അവിടെ വെച്ച് ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം, അതായത് ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സുരക്ഷാ വീഴ്ച സംഭവിക്കാതിരിക്കുക എന്നുള്ളതിന് ഒരു മുൻകരുതൽ നിലക്കാണ് അവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയത്. ഇവിടെ വെച്ചും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജയിൽ ചാട്ടം സംബന്ധിച്ച് എങ്ങനെയാണ് ജയിൽ ചാടിയത്, പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് ഒരു അനുമാനത്തിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ജയിൽ ചാടിയത് സംബന്ധിച്ചുള്ള പോലീസിന് ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയ സമയത്ത് ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 20 ദിവസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാട്ടമെന്നും ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ ഈ ജയിൽ അധികൃതർക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. 20 ദിവസത്തോളം നീണ്ട ഒരു ആലോചന ആ കാര്യത്തിൽ ഉണ്ടായി. ഈ ജയിൽ ചാട്ടം സംബന്ധിച്ച് അയാൾ നേരത്തെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ജയിൽ ചാടിയത്. അതുകൊണ്ട് തന്നെ ജയിൽ അധികൃതർ ഈ സമയത്തൊക്കെ തന്നെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇയാളെ 20 ദിവസത്തോളം നീണ്ട ഒരു ആസൂത്രണം, അതിനൊടുവിൽ ചപ്പാത്തി മാത്രം കഴിച്ച് ഈ ശരീരം മെലിയാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തി. അങ്ങനെ എണ്ണം കുറച്ചതിന് ശേഷം ഈ ഒരു
സെല്ലിന്റെ ഒരു കമ്പി മാത്രമാണ് മുറിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സെല്ലിന്റെ ഒരു കമ്പി മുറിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വസ്ത്രങ്ങൾ ഇയാൾ നേരത്തെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതിൽ, ഈ സുരക്ഷാ മതിൽ ചാടിക്കടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനോട് മുതൽകുത്ത് അതുപോലെ മറ്റ് നടപടികളോടുമൊക്കെ ഗോവിന്ദസ്വാമി സഹകരിക്കുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ, അതായത് അതിനടുത്ത് തന്നെയുള്ള പോലീസ് ട്രെയിനിങ് സെന്ററിലാണ് ഇയാളെ എത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്നും പുറത്തിറക്കുന്ന സമയത്ത് ഇയാൾ ദേഹാസ്വസ്ഥ്യം കാണിച്ചു. അതൊരു പക്ഷേ അഭിനയമായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നിന്നും പിന്നീട് പോലീസ് പൊക്കിയെടുത്തുകൊണ്ടാണ് ഇയാളെ ജീപ്പിൽ കയറ്റിയത്. ജീപ്പിനുള്ളിൽ വെച്ച് ഇയാൾ മറ്റൊന്നും തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദേഹാസ്വസ്ഥ്യം സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സൂചനകളൊന്നും തന്നെ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അതൊരു അഭിനയമായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായി. അവർ സ്വാഭാവിക പ്രതികരണം, കാരണം ഈ രീതിയിൽ മനസാക്ഷി ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരാളാണ്. ആ നിലയ്ക്ക് ജനങ്ങൾ ഇയാളുടെ അടുക്കിലേക്ക് പാഞ്ഞെടുക്കുകയും ചില ദേഹോപദ്രവം ഏൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് പിന്നീട് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയത്. ഒരു പക്ഷേ ഇനിയും ഒരുപക്ഷെ ദേഹോപദ്രവം ഏൽക്കുക, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ അത് പോലീസിന് സുരക്ഷാ ഭീഷണി ആയിട്ടായിരിക്കും ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് തന്നെ പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് എത്തിച്ചത്. ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ എത്തിച്ച് അവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ദീർഘനേരം, ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് പിന്നീട് തൊട്ടടുത്ത് തന്നെയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഇയാളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ അതിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആൾക്കൂട്ടമൊന്നും തന്നെയില്ല, പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്ഥലത്തുള്ളത്. വലിയ സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ സലാമിലേക്ക് വരാം. ഇപ്പോൾ ജയിലിന് മുന്നിൽ നിന്ന് സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, എന്തായാലും ഗോവിന്ദസ്വാമിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനിയൊരു വ്യക്തത വരുത്താനുള്ളത്? ദിവ്യ, അങ്ങനെയല്ല, നമ്മൾ നൽകിയ ചില വാർത്തകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ. അതായത് ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ സഹതടവുകാരനായിരുന്ന ഒരു തമിഴ്നാട് സ്വദേശിയെ അല്പസമയം മുമ്പ് ജയിൽ അധികൃതർ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരുന്നു. അതായത് ഈ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഗോവിന്ദസ്വാമി ജയിൽ ചാടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് ഈ സഹതടവുകാരൻ പറയുന്നത്. ജയിൽ ചാടുന്ന വിവരം സഹതടവുകാരനും അറിയാമായിരുന്നു. ഇരുവരും ഒന്നിച്ചാണ് ജയിൽ ചാടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നാണ് അയാൾ നൽകിയിട്ടുള്ള മൊഴി. അതായത് നേരത്തെ ഡി ബ്ലോക്കിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് പ്രത്യേക അപേക്ഷ നൽകിയാണ് ഇയാൾ ബി ബ്ലോക്കിലേക്ക് മാറിയത്. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ഗോവിന്ദസ്വാമിയെ പൊടുന്നനെ നോക്കിയാൽ, പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകാത്ത തരത്തിൽ കാഴ്ചക്കപ്പുറത്തേക്കുള്ള ബി ബ്ലോക്കിലേക്ക് മാറ്റിയത് എന്ന ചോദ്യത്തിന് ജയിൽ അധികൃതരാണ് വരും മണിക്കൂറിൽ ഉത്തരം നൽകേണ്ടത്. എന്തായാലും നിലവിൽ ഇയാൾ 14 വർഷക്കാലമായി കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. കുറേ വർഷങ്ങളായി ഇയാൾക്ക് ജയിലിനെ കുറിച്ച് കൃത്യമായി അറിയാം, ജയിൽ ഉദ്യോഗസ്ഥരെ അറിയാം, ജയിലിന്റെ രീതികൾ അറിയാം, ജയിലിന്റെ മുക്കിനും മൂലയും അറിയാവുന്ന ആളാണ്. അയാളാണ് ഈ ഡി ബ്ലോക്കിൽ നിന്ന് ബി ബ്ലോക്കിലേക്ക് മാറ്റം ആവശ്യപ്പെട്ട 5-6 മാസം മുമ്പ് കത്ത് നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഡി ബ്ലോക്കിൽ നിന്ന് ബി ബ്ലോക്കിലേക്ക് മാറ്റി. നേരത്തെ റിപ്പർ ജയാനന്ദനൊക്കെ ഉണ്ടായിരുന്നത് ഡി ബ്ലോക്കിലാണ്. അവിടെ നിന്നാണ് ഇയാളെ ബി ബ്ലോക്കിലേക്ക് മാറ്റുന്നത്. ബി ബ്ലോക്കിന്റെ ഒരു പ്രത്യേകത, ഈ റോന്തിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് ജയിൽ ഉദ്യോഗസ്ഥൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഈ ജയിലിനുള്ളിലുള്ള, ഈ സെല്ലിനുള്ളിലുള്ള ആളെ കാണാൻ കഴിയില്ല. ഡി ബ്ലോക്കിൽ പക്ഷേ ഡയറക്റ്റ് തടവുകാരനെ കാണാം, ബി ബ്ലോക്കിൽ അത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇയാൾ ബി ബ്ലോക്കിലേക്ക് മാറുന്നത്. കഴിഞ്ഞ 28 ദിവസമായി സഹതടവുകാരനും ഇയാളും കൂടി ചേർന്ന് ഇതിന്റെ കമ്പി അറുത്ത് മാറ്റുന്ന പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഒരുമിച്ച് ചാടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ കമ്പി പൂർണ്ണമായും അടർത്തി മാറ്റി ആ കമ്പിക്കുള്ളിലൂടെ ഇയാൾ ചാടി പുറത്തിറങ്ങി. കമ്പിക്കുള്ളിലൂടെ ചാടി ഗോവിന്ദസ്വാമി പുറത്തിറങ്ങുന്നു. പക്ഷേ കുറച്ചുകൂടി ശരീരപ്രകൃതിയുള്ള, തടിച്ച പ്രകൃതമുള്ള ഈ സഹതടവുകാരന് ചാടാൻ കഴിയുന്നില്ല. അതിൽ ഈ ജയിലിൽ നിന്ന് കിട്ടുന്ന CCTV ദൃശ്യങ്ങളിലൊക്കെ അത് കൃത്യമാണ്. ഇയാളോട് ഇങ്ങനെ പുറത്തേക്ക് ചാടാൻ പലവട്ടം ഗോവിന്ദസ്വാമി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ചാടാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അയാൾക്ക് ചാടാൻ കഴിയുന്നില്ല. അങ്ങനെ ആ കമ്പിയുടെ വിടവിലൂടെ പുറത്തേക്ക് ചാടാൻ കഴിയാതെ വന്നതോടുകൂടി ഇയാൾ ഗോവിന്ദസ്വാമിയോട് രക്ഷപ്പെട്ടോളാൻ ആവശ്യപ്പെടുകയും അയാൾ ജയിൽ ചാടണ്ടെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് 3:20 ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നതും. അതിനുശേഷം 2 മതിലുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ പുറമേ കാണുന്ന ഒരു വലിയ മതിലിന് പുറമെ ചെറിയ ഒരു മതിൽ കൂടിയുണ്ട്. ആ മതിൽ ചാടുന്നത്
ഈ വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന വീപ്പയുണ്ട്. ആ 2 വീപ്പകൾ അടുക്കി വെച്ച് അതിന് മുകളിൽ കയറിയാണ് ഒന്നാമത്തെ മതിൽ അയാൾ ചാടുന്നത്. രണ്ടാമത്തെ മതിൽ ചാടാനായി ഉപയോഗിക്കുന്നത് ഇയാളുടെയും സഹതടവുകാരൻ്റെയും പുതപ്പടക്കമുള്ള വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റ് അടക്കമുള്ള വസ്ത്രങ്ങളുണ്ട്. അതുമായിട്ടാണ് ഇയാൾ വരുന്നത്. അത് കെട്ടിയാണ് ഇതിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി വേലിയുണ്ട്, ഈ പ്രധാനപ്പെട്ട ജയിൽ മതിലിന്റെ മുകളിലൂടെ പോകുന്നത്, അതിലേക്ക് കൊളുത്തി അതിലൂടെ വലിഞ്ഞു കയറി അപ്പുറം ചാടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ രാത്രികാലങ്ങളിൽ ഈ വൈദ്യുതി വേലിയിലൂടെ വൈദ്യുതി പ്രവഹിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 5-6 മാസമായി ഇതിൽ ഇതുവഴി വൈദ്യുതി പ്രവഹിക്കുന്നില്ല. കാരണം പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ജയിലിൽ മതിയായ ഇലക്ട്രീഷ്യന്മാരില്ലാത്തത് പറയുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ മഴക്കാലത്ത് അതിനോട് ചേർന്ന മതിൽ ഇടിഞ്ഞു വീണ പ്രശ്നമുണ്ട്. അതിന്റെ ഭാഗമായി അവിടുത്തെ വൈദ്യുതി നിലച്ചിട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ലെന്ന് പറയുന്നു. മറ്റൊരു കാര്യം, ഇപ്പോഴും KSEBിക്ക് ചില പൈസ കൊടുക്കാനുണ്ട്. അതായത് ഈ വൈദ്യുതി ബില്ല് അടച്ചു തീർത്തിട്ടില്ല, അതിന്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇതുവഴി ഒരു 5-6 മാസമായി ഇപ്പോൾ കറണ്ട് ഇല്ല, വൈദ്യുതി പോകുന്നില്ല. അത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഗോവിന്ദച്ചാമി. അതുകൊണ്ട് തന്നെ അതുവഴി ചാടിയാണ് അയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഇനിയുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നമ്മൾ ഗോവിന്ദച്ചാമിയുടെ രൂപം കണ്ടു. അയാൾ വലിയ തോതിൽ താടി നീട്ടി വളർത്തി, മുടി നീട്ടി വളർത്തിയ ഒരു രൂപമാണ്. ഒരു കാരണവശാലും ഒരു ജയിൽ പുള്ളി അങ്ങനെ ആവാൻ പാടില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഷേവ് ചെയ്യുകയും മാസത്തിലൊരിക്കൽ മുടി വെട്ടുകയും ചെയ്തിരിക്കണം. പക്ഷേ ഈ നിയമം ഗോവിന്ദച്ചാമി അടക്കം ജയിലിലെ പല തടവുകാർക്കും ഇപ്പോഴും ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇയാളെ നമ്മൾ കാണുന്നത് ജയിൽ യൂണിഫോമിലല്ല, മറ്റൊരു സിവിൽ ഡ്രസ്സിലാണ് കാണുന്നത്. എങ്ങനെയാണ് ജയിൽ യൂണിഫോമിലല്ലാതെ ഒരു തടവുകാരൻ ജയിൽ ചാടി പുറത്തിറങ്ങുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പല തടവുകാരും ഇപ്പോഴും യൂണിഫോമിലല്ല, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന സിവിൽ ഡ്രസ്സിലാണ് എന്നാണ് ജയിലിനുള്ളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ആവശ്യമില്ലാതെ ഒരു തടവുകാരനെ മാറ്റാൻ പാടില്ല. അപ്പോഴാണ് സി ബ്ലോക്കിലുണ്ടായിരുന്ന ഗോവിന്ദച്ചാമിയെ ബി ബ്ലോക്കിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇങ്ങനെ അടിമുടി വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾക്ക് ജയിൽ ചാടാനുള്ള, ഒരു കൊടും ക്രിമിനലിന് ജയിൽ ചാടേണ്ട ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്നാണ് ജയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളോട് പറയുന്നത്. ഉദ്യോഗസ്ഥർ, അവിടെ ഉണ്ടായിരുന്ന തടവുകാരടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ഗോവിന്ദച്ചാമിയെ തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊണ്ടുവരും, അത് നിയമപരമായ ഒരു നടപടി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ അയാളെ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറെ കൂടി സുരക്ഷയുള്ള വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റാനുള്ള ധാരണയായിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ഈ അവസരത്തിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും അടിമുടി വീഴ്ചകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഗോവിന്ദച്ചാമിയെ പൊടുന്നതിനെ തന്നെ സെല്ല് മാറ്റുന്നു, ബ്ലോക്ക് മാറ്റുന്നു. അത് വലിയ രീതിയിൽ ഗോവിന്ദച്ചാമിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വലിയ വീഴ്ചകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.